LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ റോഡ് ഷോ നിലമ്പൂരിൽ തുടരുകയാണ്. ആർ ശ്രീജിത്തുണ്ട് ഈ യാത്രയ്ക്കൊപ്പം. ശ്രീജിത്ത്, നേരത്തെ വിജയപ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടാണ് എം സ്വരാജ് നമ്മളോട് സംസാരിച്ചത്. വലിയ സ്വീകരണം, വലിയ ആവേശം അണികൾക്കിടയിൽ കാണാൻ കഴിയുന്നുണ്ടല്ലേ? അനുജ, എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം LDFന്റെ പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള ആവേശമാണ് ഉണ്ടാക്കിയത്. 2016 മുതൽ LDF നിലനിർത്തുന്ന മണ്ഡലമാണ് എങ്കിൽ കൂടി അൻവറിന്റെ രാജിയും അൻവറിന്റെ എതിർപക്ഷത്തേക്കുള്ള പോക്കുമൊക്കെ LDF പ്രവർത്തകരെ നേരിയ തോതിൽ നിരാശയിലാക്കിയിരുന്നു. എന്നാൽ ഇവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കിക്കൊണ്ട് ഈ എം സ്വരാജിനെ CPIM നേതൃത്വം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ അണികൾ ആവേശത്തിന്റെ പരകോടിയിലാണ്. അതിന്റെ വലിയ ദൃശ്യങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിലും ഇപ്പോൾ ഈ പാതയോരങ്ങളിലും ഒക്കെ തന്നെ കാണുന്നത്. നൂറുകണക്കിന് LDFന്റെ പ്രവർത്തകർ, നൂറുകണക്കിന് പൊതുജനങ്ങൾ എല്ലാവരും എം സ്വരാജിന്റെ ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ആയിരങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് എം സ്വരാജിന്റെ വാഹനം ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രയാണം ആരംഭിക്കുന്നത്. ഈ തുറന്ന വാഹനത്തിന് തൊട്ടുപിന്നാലെ പ്രവർത്തകരുടെ വലിയ പ്രകടനം നിരയായി വരുന്നുണ്ട്. വലിയ തോതിലുള്ള ആൾക്കൂട്ടം, വലിയ തോതിലുള്ള പങ്കാളിത്തം, ആവേശമൊക്കെ തന്നെ പ്രകടമാണ്. ഈ പാർട്ടി ചിഹ്നത്തിൽ 2006 ശേഷമാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അത് ഒരാൾ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആവേശം എല്ലാ ആളുകളിലും ഉണ്ട്. ഇപ്പോൾ ഈ റോഡ് ഷോയോടൊപ്പമുള്ള പ്രകടനത്തിന്റെ ഭാഗമായി വരുന്ന ഡോക്ടർ പി സരിൻ നമ്മളോടൊപ്പം ഉണ്ട്. സരിൻ, വലിയ ആവേശമാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് LDFന്റെ പ്രതീക്ഷ? കഴിഞ്ഞ 24 മണിക്കൂറായി ഒരുപക്ഷെ കേരളം കാത്തിരുന്ന ഒരു സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയ സത്യസന്ധതയുടെ മുഖമായി എം സ്വരാജിലൂടെ മുന്നോട്ട് വയ്ക്കാൻ LDFന് കഴിഞ്ഞു എന്നുള്ളതും നിലമ്പൂരിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി നിലനിർത്തേണ്ടത് ഈ കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന്, അതൊരു തുടർച്ചയായ 3ാം ഭരണത്തിലേക്ക് LDFന് 2026 എത്തിക്കേണ്ടത് എന്നുള്ളതിനൊക്കെ നിലമ്പൂര് തന്നെ വിധി എഴുതട്ടെ എന്നുള്ളതാണ് രാഷ്ട്രീയമായി LDF മുന്നോട്ട് വെക്കുന്നത്. അത് ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 24 മണിക്കൂറാളായി നിലമ്പൂരിലെ മാത്രം ജനതയല്ല, കേരളത്തിലെ മുഴുവൻ ആളുകളും ഇത് ഇത്രയും മികച്ചൊരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തി ഒരു പോരാട്ടത്തിനിറങ്ങുന്ന LDFനെ അകമഴിഞ്ഞ് അവരഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയാണ് രാഷ്ട്രീയം ഈ നാട്ടിൽ പുലരേണ്ടത് എന്ന് ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗൗരവമായി രാഷ്ട്രീയത്തെ കാണുന്ന ആളുകൾ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വലിയ തോതിൽ സ്വീകരിച്ചുവെന്ന ആത്മവിശ്വാസമാണ് LDFന്റെ CPIMന്റെ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ചന്തക്കുന്നിലേക്ക് എത്തുകയാണ്. ചന്തക്കുന്നിൽ നിന്ന് നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് വരെയാണ് ഈ റോഡ് ഷോ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം അതിവിപുലമായ ബൈക്ക് റാലിയോടുകൂടിയുള്ള റോഡ് ഷോയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രചരണ പരിപാടിയായി ഉദ്ദേശിച്ചതല്ല. രാവിലെ ഒരു സ്വീകരണ പരിപാടി മാത്രമായിരുന്നു CPIM തയ്യാറെടുത്തിരുന്നത്. എന്നാൽ ഈ ജനക്കൂട്ടത്തിന്റെ വലിയ തോതിലുള്ള ആളുകൾ, പ്രവർത്തകർ ആവേശത്തോടെ ഒഴുകിയെത്തിയതോടെ ഇതൊരു റോഡ് ഷോ ആയി മാറുകയാണ്. ഇപ്പോൾ ഈ പാത നിറഞ്ഞു കവിഞ്ഞുകൊണ്ടുള്ള പ്രകടനമാണ് ഈ കാണുന്നത്. ഒപ്പം തന്നെ സ്വരാജിനെ അഭിവാദ്യം അർപ്പിക്കാൻ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിരവധി ആളുകളും ഈ പാതയോരങ്ങളിലുണ്ട്. അങ്ങനെ LDFന് വലിയ തോതിലുള്ള ആത്മവിശ്വാസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോരാട്ടത്തിൽ കൈവന്നിരിക്കുന്നു. അതിന്റെ തെളിവുകളാണ് ഈ നിലമ്പൂർ പട്ടണത്തിലെ ജനസഞ്ചയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം എത്തുകയായിരുന്നു. വലിയ സ്വീകരണം അവിടെ ലഭിച്ചു. അതിനുശേഷം ഇപ്പോൾ ഒരു റോഡ് ഷോ എന്ന തരത്തിലേക്ക് തന്നെ നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനമായി തന്നെ സ്ഥാനാർത്ഥിയും അണികളും എത്തുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നിലവിൽ ചന്തക്കുന്നിലാണ് ഈ റോഡ് ഷോയ്ക്ക് സമാനമായ പ്രകടനം എത്തിച്ചേർന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോയും ഉണ്ടാകും, നാമനിർദ്ദേശ പത്രിക സമർപ്പണവും ഉണ്ടാകും. അല്പം മുൻപാണ് അദ്ദേഹം 24നോട് സംസാരിച്ചത്. ഡോക്ടർ സരിൻ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. അദ്ദേഹത്തിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് വലിയൊരു ജനസഞ്ചയം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി എന്നതാണ് ആർ ശ്രീജിത്ത് നൽകിയ വിവരം.